BMC ന്യൂസ് ലൈവ് ഫ്രം കൊച്ചി മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ് പവർഡ് ബൈ ഹീൽ ലൈഫ് തോട്ടക്കാട്ടുകര നസ്രത്ത് വില്ലാസ് ആൻഡ് BMC പ്രൊഡക്ഷൻ അങ്കമാലി. നമസ്കാരം, BMC റേഡിയോ മലയാളം വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ധനു കൃഷ്ണ. രാജ്യത്തെ ഏറ്റവും മികച്ച പാസ്പോർട്ട് ഓഫീസിനുള്ള പുരസ്കാരം കൊച്ചി റീജിയണൽ പാസ്പോർട്ട് ഓഫീസിന്. ന്യൂഡൽഹിയിലെ വിദേശകാര്യ വകുപ്പിൽ നടന്ന ചടങ്ങിൽ കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി കീർത്തി വർദ്ധൻ സിംഗിൽ നിന്ന് കൊച്ചി റീജിയണൽ പാസ്പോർട്ട് ഓഫീസർ TR മിഥുൻ അവാർഡ് ഏറ്റുവാങ്ങി. പാസ്പോർട്ട് ഓഫീസുകളുടെ കാര്യക്ഷമത വിലയിരുത്തുന്നതിനുള്ള മിക്ക മാനദണ്ഡങ്ങളിലും പനമ്പള്ളി നഗറിൽ പ്രവർത്തിക്കുന്ന ഓഫീസ് മുന്നിലെത്തിയിരുന്നു. കഴിഞ്ഞ വർഷം 6 ലക്ഷത്തിലധികം പാസ്പോർട്ടുകളും 1,10,000-ത്തിലധികം പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റുകളും കൊച്ചി ഓഫീസ് കൈകാര്യം ചെയ്തു. പ്രതിദിനം 3,700-ഓളം പാസ്പോർട്ട് അപേക്ഷകളും സ്വീകരിക്കുന്നു. പാസ്പോർട്ട് അപേക്ഷകന് അയക്കുന്നതിനുള്ള ഏറ്റവും കുറഞ്ഞ സമയപരിധിയിൽ രാജ്യത്ത് കൊച്ചി ഓഫീസ് മുന്നിലാണ്. തീരുമാനമാകാത്ത പാസ്പോർട്ട് അപേക്ഷകളുടെ എണ്ണം പരമാവധി കുറയ്ക്കുക, പാസ്പോർട്ട് സംബന്ധമായ പ്രശ്നങ്ങൾക്ക് ഉടൻ പരിഹാരം കാണുക എന്നീ ലക്ഷ്യത്തോടെ സമൂഹ മാധ്യമ സെല്ലും കൊച്ചി ഓഫീസിൽ പ്രവർത്തിക്കുന്നുണ്ട്. രാജ്യത്തെ മികച്ച ഗ്രാൻഡിംഗ് ഓഫീസറിനുള്ള പുരസ്കാരം കൊച്ചി റീജിയണൽ ഓഫീസിലെ MN ബർട്ടിനും മികച്ച വെരിഫിക്കേഷൻ ഓഫീസറുള്ള പുരസ്കാരം ലിയാൻഡോ ആന്റണിക്കും സമ്മാനിച്ചു. പൊതുമരാമത്തിന്റെ അനാസ്ഥയ്ക്കെതിരെ പരാതി നൽകിയ പ്രസിഡന്റിനെതിരെ റോഡ് പൊളിഞ്ഞതിനെതിരെ നോട്ടീസ് നൽകി പൊതുമരാമത്ത്. ചിത്രപ്പുഴ പോഞ്ഞാശ്ശേരി റോഡിൽ മോറക്കാല പള്ളിത്താഴത്തും പരിസരത്തെ വാർഡുകളിൽ നിന്നും കാന നന്നാക്കിയ മണ്ണുപയോഗിച്ച് പാടം നികത്തിയത് പൊതുമരാമത്ത് പുത്തൻകുരിശ് AE അനില തോമസിന്റെ അറിവോടെയാണോ എന്ന് കാട്ടി കുന്നത്തുനാട് പഞ്ചായത്ത് പ്രസിഡന്റ് നിതാമോൾ കത്ത് നൽകിയിരുന്നു. 4 ദിവസമായി കത്തിന് മറുപടി നൽകിയില്ലെന്ന് മാത്രമല്ല, മെയ് 29-ന് വെമ്പിള്ളി ഭാഗത്ത് പെരിയാർ വാലി കയ്യേറ്റത്തെ തുടർന്ന് ശക്തമായ മഴ പെയ്തപ്പോൾ കനാലിടിഞ്ഞ് റോഡിലേക്ക് വെള്ളം കുത്തിയൊഴുകിയതിനെ തുടർന്ന് വാടകയ്ക്ക് താമസിച്ചിരുന്നവരുടെ ജീവനും സ്വത്തിനും ഭീഷണിയായപ്പോൾ മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് രക്ഷാപ്രവർത്തനം നടത്തിയിരുന്നു. അത് ചെയ്തത് വാടകയ്ക്ക് കൊടുത്തിരുന്ന സ്ഥലയുടമയായിരുന്നു. അന്ന് പൊതുമരാമത്ത് റോഡ് പൊളിഞ്ഞു എന്ന് കാണിച്ചാണ് പഞ്ചായത്തിന് നോട്ടീസ് നൽകിയത്. ഇത് അടിസ്ഥാനരഹിതമായ ആരോപണമാണെന്നും 25 ദിവസം കഴിഞ്ഞപ്പോൾ മറ്റൊരു കാര്യത്തിന് കത്ത് നൽകിയപ്പോഴാണ് പഞ്ചായത്തിന് നോട്ടീസ് നൽകിയതെന്നും ഇത് കരാറുകാരനെ സംരക്ഷിക്കാനുള്ള നീക്കമാണ് പൊതുമരാമത്ത് നടത്തുന്നതെന്നും നിതാമോൾ പറഞ്ഞു. അപകടം നടന്ന സ്ഥലം അന്ന് തഹസിൽദാറും അസിസ്റ്റന്റ് AEയും സന്ദർശിച്ചിരുന്നു. സ്ഥലം പോലും സന്ദർശിക്കാൻ തയ്യാറാകാതിരുന്ന AE സ്വകാര്യ വ്യക്തി ചെയ്ത സംഭവത്തിൽ പഞ്ചായത്തിനെതിരെ തിരിഞ്ഞത് സ്വന്തം താൽപര്യം സംരക്ഷിക്കാനും അഴിമതിക്ക് കൂട്ടുനിൽക്കാനുമാണെന്നും പ്രസിഡന്റ് പറഞ്ഞു. യാത്രക്കാരുടെ പേടി സ്വപ്നമായ പാടെ തകർന്ന ആലുവ മൂന്നാർ റോഡിലെ ദുരിതയാത്ര ഏറെ നാൾ തുടരും. ടാറിംഗ് വൈകുമെന്ന സൂചനയാണ് പൊതുമരാമത്ത് മന്ത്രി നൽകിയിട്ടുള്ളത്. ജൽജീവൻ പണികൾ വൈകുന്നതിനെക്കുറിച്ചും റോഡിന്റെ തകർച്ചയെക്കുറിച്ചും നിയമസഭയിൽ അൻവർ സാദത്ത് MLA ഉന്നയിച്ച സബ്മിഷന് മറുപടി പറയുകയായിരുന്നു മന്ത്രി. ജൽജീവൻ പദ്ധതിക്കായി പൈപ്പിട്ട് പ്രഷർ ടെസ്റ്റ് ചെയ്ത് റോഡുകളിൽ മാത്രമേ ടാറിംഗ് സാധിക്കുകയുള്ളൂവെന്ന് മന്ത്രി പറഞ്ഞു. ഇതുമൂലം കാലതാമസം അനിവാര്യമാണെന്ന് മന്ത്രി സഭയിൽ മറുപടി നൽകി. ജൽജീവൻ മിഷൻ പദ്ധതിയിൽ കുടിവെള്ള പൈപ്പുകൾ സ്ഥാപിക്കാൻ PWD റോഡുകളും പഞ്ചായത്ത് റോഡുകളും വാട്ടർ അതോറിറ്റിക്ക് കൈമാറിയിരുന്നു. ജൽജീവൻ പദ്ധതിയിൽ പൈപ്പിടൽ സമയബന്ധിതമായി പൂർത്തിയാക്കി റോഡുകൾ PWDക്കും പഞ്ചായത്തിനും യഥാസമയം കൈമാറണമെന്നായിരുന്നു വ്യവസ്ഥ. എന്നാൽ മൂന്നാർ റോഡിൽ ജൽജീവൻ പദ്ധതിയിലെ പൈപ്പിടൽ കുഴിയെടുത്തതോടെ ടാർ ചെയ്യാത്തത് മൂലം ഗതാഗതത്തിനും കാൽനടക്കാർക്കും സഞ്ചരിക്കാൻ സാധിക്കാത്ത ദുരിതം അനുഭവിക്കുകയാണ്. വാഹനാപകടങ്ങളിൽ യാത്രക്കാർക്ക് ഗുരുതര പരിക്കേൽക്കുന്നത് നിത്യസംഭവമാണ്. ഈ സാഹചര്യത്തിൽ എത്രയും വേഗം പൈപ്പിടൽ പൂർത്തിയാക്കിയ റോഡുകൾ PWDക്കും പഞ്ചായത്തിനും കൈമാറി ടാർ ചെയ്ത് അടിയന്തരമായി സഞ്ചാരയോഗ്യമാക്കേണ്ടതുണ്ട്. കരാറുകാർക്ക് യഥാസമയം ബില്ലുകൾ പാസാക്കി പണം ലഭിക്കാത്തതും ജൽജീവൻ പദ്ധതി താമസിക്കാൻ കാരണമായിട്ടുണ്ട്. ആലുവ മൂന്നാർ റോഡിന്റെ കാര്യം പ്രത്യേകം പരിശോധിക്കാമെന്നും മന്ത്രി പറഞ്ഞു. ചൂർണിക്കര പഞ്ചായത്തിൽ ഡെങ്കിപ്പനി പടരുന്നു. കുന്നത്തേരി, തായിക്കാട്ടുകര, ദാറുസലാം തുടങ്ങിയ പ്രദേശങ്ങളിലാണ് പനി വ്യാപകമായത്. ഈ മാസം 44 ഡെങ്കി കേസുകൾ റിപ്പോർട്ട് ചെയ്തു. എന്നാൽ റിപ്പോർട്ട് ചെയ്യാത്ത 20ഓളം കേസുകളുണ്ടെന്നാണ് അധികൃതർ പറയുന്നത്. കഴിഞ്ഞ മാസങ്ങളിലും നിരവധി കേസുകൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. പലരും ആശുപത്രികളിൽ ചികിത്സയിലാണ്. പനി നിയന്ത്രിക്കാൻ കർശന നടപടികൾ എടുക്കാനാണ് പഞ്ചായത്തിന്റെ തീരുമാനം. കൊതുകുകൾ വളരുവാൻ സാഹചര്യങ്ങൾ ഒരുക്കുന്നവർക്കെതിരെ പിഴയടയ്ക്കാൻ നോട്ടീസ് വിതരണം ചെയ്യും. പഞ്ചായത്ത് പ്രസിഡന്റ് രാജീവ് സന്തോഷ് അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് ബാബു പുത്തനങ്ങാടി, സ്ഥിരം സമിതി അധ്യക്ഷരായ ഷീല ജോസ്, മുഹമ്മദ് ഷഫീഖ്, റൂബി ജിജി, ഹെൽത്ത് ഇൻസ്പെക്ടർ അനില ജോർജ് എന്നിവർ സംസാരിച്ചു. കോവിഡ്
കോവിഡാനന്തര കാലഘട്ടത്തിൽ ജീവിതശൈലി രോഗങ്ങളുള്ളവർക്ക് സന്തുലിതമായ ആരോഗ്യ പരിപാലനത്തിന് ആലുവയ്ക്കടുത്ത് തോട്ടക്കാട്ടുകര ജംഗ്ഷനിൽ ഹീൽ ലൈഫ് തുറന്ന പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഫിസിയോതെറാപ്പി, സൈക്കോളജി, ആയുർവേദ ചികിത്സകൾക്കായി 8089011722 ബന്ധപ്പെടാവുന്നതാണ്. രാവിലെയും വൈകിട്ടും പള്ളിക്കര ജംഗ്ഷനിൽ ഗതാഗതക്കുരുക്ക് രൂക്ഷമാകുന്നു. കിഴക്കമ്പലം കാക്കനാട് ഭാഗത്ത് നിന്ന് വരുന്ന ബസ്സുകൾ ചേർത്ത് നിർത്തുന്നത് മൂലം പിന്നാലെ വാഹനങ്ങളുടെ വലിയ നിരയാണ് രൂപപ്പെടുന്നത്. കാക്കനാട് ഭാഗത്തേക്ക് തിരിയേണ്ട വാഹനങ്ങളും കൂടി വരുമ്പോൾ ജംഗ്ഷനിൽ വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. കിഴക്കമ്പലം ഭാഗത്തേക്കുള്ള ബസ്സുകൾ കുറച്ചു നീക്കി പഞ്ചായത്തിന് മുൻവശത്തേക്കും തൃപ്പൂണിത്തുറ ഭാഗത്തേക്ക് പോകേണ്ടവ കുറച്ച് മുന്നോട്ട് നീക്കിയും യാത്രക്കാരെ കയറ്റുകയാണെങ്കിൽ തിരക്ക് ഒരു പരിധിവരെ കുറയ്ക്കാം. പല ഭാഗത്തും അനധികൃത പാർക്കിംഗ് വ്യാപകമാണ്. പള്ളിക്കര പഞ്ചായത്ത് ജംഗ്ഷന് സമീപം ചെറുതും വലുതുമായ വാഹനങ്ങൾ റോഡരികിലാണ് മിക്കവരും പാർക്ക് ചെയ്യുന്നത്. ഇത് മാർക്കറ്റ് ഗ്രൗണ്ടിലേക്ക് മാറ്റി പാർക്ക് ചെയ്താൽ കുരുക്കിന് ചെറിയ പരിഹാരമാകും. പള്ളിക്കര ജംഗ്ഷനിൽ കയ്യേറ്റവും വ്യാപകമാണെന്നും ആക്ഷേപമുണ്ട്. സഹകരണ സ്ഥാപനങ്ങൾ ഉൾപ്പെടെ റോഡിലേക്ക് ഇറക്കി നിർമ്മിച്ചവയാണ് ആക്ഷേപം. ബസ് കാത്തു നിൽക്കുന്നവർ റോഡിലെ കടകളുടെ വരാന്തയിലോ നിൽക്കേണ്ട അവസ്ഥയാണ്. പള്ളിക്കരയിലെ യാത്രാക്ലേശം പരിഹരിക്കാൻ കാക്കനാട് വരെയുള്ള സിറ്റി സർവീസുകളിൽ ചിലത് പള്ളിക്കര വരെ നീട്ടണമെന്നും ആവശ്യമുയർന്നു. 20 മിനിറ്റ് ബസ്സിൽ യാത്ര ചെയ്താൽ പള്ളിക്കരയിൽ എത്താം. നിലവിൽ കാക്കനാട് എത്തുന്ന ബസ്സുകൾക്ക് കൂടുതൽ വെയിറ്റിംഗ് സമയമുണ്ട്. ഇത് ഇൻഫോ പാർക്കിലേക്ക് എത്തുന്നവർക്കും സഹായകരമാകും. പള്ളിക്കരയിൽ ബസ് സ്റ്റാൻഡ് വേണമെന്ന വർഷങ്ങളായുള്ള ആവശ്യത്തിന് പരിഹാരമായിട്ടില്ല. ആവശ്യമായ സ്ഥലമുണ്ടെങ്കിലും നിർമ്മാണത്തിന് നടപടിയില്ലെന്നാണ് ആക്ഷേപം. പഴയ മാർക്കറ്റ് പ്രവർത്തിച്ചിരുന്ന സ്ഥലം ഇപ്പോൾ വാഹനങ്ങളുടെ അനധികൃത പാർക്കിംഗ് കേന്ദ്രമാണ്. കൂടാതെ മാർക്കറ്റിന്റെ സ്ഥലത്താണ് ഹോക്കി താരം ശ്രീജേഷിന്റെ പേരിൽ സ്റ്റേഡിയം നിർമ്മിക്കുന്നത്. ഇതും പാതി വഴിയിൽ വർഷങ്ങളായി മുടങ്ങിക്കിടക്കുകയാണ്. ദേശീയപാതയിൽ ദീർഘദൂര ബസ്സുകൾ കുതിച്ചുപായുന്നു. ഒരു മാസത്തിനിടെ പൊലിഞ്ഞത് 3 ജീവനുകളാണ്. ഒരു മാസം മുൻപ് പാലാരിവട്ടത്ത് വെണ്ണലയിൽ KSRTC ദീർഘദൂര ബസ് മറ്റൊരു KSRTC ബസ്സിന് പുറകിലിടിച്ച് ബൈക്ക് യാത്രക്കാരായ 2 പേർ മരിച്ചിരുന്നു. ഞായറാഴ്ച മാടവനയിലുണ്ടായ അപകടത്തിൽ ഒരാളും മരിച്ചു. 3 ആഴ്ച മുൻപാണ് കണ്ണാടിക്കാട് ദീർഘദൂര ബസ് ലോറിക്ക് പുറകിലിടിച്ച് കയറിയത്. അന്ന് ഭാഗ്യം കൊണ്ടാണ് പലരും ഗുരുതര പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടത്. 3 അപകടങ്ങളിലും വില്ലനായത് ദീർഘദൂര മരണഭയത്തിലാണ് ചെറുവാഹനങ്ങളിലെ യാത്രക്കാർ ദേശീയപാതയിലൂടെയും മറ്റും സഞ്ചരിക്കുന്നത്. ഇടപ്പള്ളി അരൂർ ദേശീയപാതയിൽ അത്തരം വാഹനങ്ങൾ കുതിച്ചു പായുമ്പോഴും നടപടിയെടുക്കാൻ അധികൃതർ തയ്യാറാകുന്നില്ല. മാടവന സിഗ്നൽ ജംഗ്ഷനിൽ ഇരുചക്ര വാഹനങ്ങളിലെ യാത്രക്കാർ ഉൾപ്പെടെ സിഗ്നലുകൾക്കായി കാത്തു നിൽക്കുന്നത് ജീവൻ പണയം വെച്ചാണ്. ദേശീയപാതയിലൂടെ കുതിച്ചെത്തുന്ന ഭാരവാഹനങ്ങൾ സിഗ്നലിൽ കാത്തുകിടക്കുന്ന ചെറുവാഹനങ്ങളെ ഭയപ്പെടുത്തും വിധമാണ് ബ്രേക്ക് ചെയ്ത് നിൽക്കുന്നത്. സിഗ്നലിൽ വാർണിംഗ് ലൈറ്റ് തെളിഞ്ഞു കിടക്കുമ്പോഴും യാതൊരുവിധ കൂസലുമില്ലാതെയാണ് ടൂറിസ്റ്റ് ബസ്സുകൾ ഉൾപ്പെടെ വലിയ വാഹനങ്ങൾ ജംഗ്ഷൻ കുറുകെ കടന്ന് പാഞ്ഞു പോകുന്നതെന്നും നാട്ടുകാർ സാക്ഷ്യപ്പെടുത്തുന്നു. ഗതാഗത തിരക്കേറിയ വൈക്കം തൃപ്പൂണിത്തുറ റോഡിലെ ഉദയംപേരൂർ 10 മൈൽ അപകട മേഖലയായി. കഴിഞ്ഞ ദിവസം ഇവിടെയുണ്ടായ അപകടത്തിൽ ഉദയംപേരൂർ സ്വദേശികളായ 2 യുവാക്കളാണ് മരിച്ചത്. പലപ്പോഴായി 10ഓളം അപകട മരണങ്ങൾ ഇവിടെ നടന്നിട്ടുണ്ട്. വീതി കുറഞ്ഞ റോഡിൽ വാഹനയാത്രക്കാർക്ക് അപകടക്കുരുക്ക് സൃഷ്ടിക്കുകയാണ് റോഡിലെ മീഡിയൻ. കൊടും വളവും വീതി കുറവും കാരണം വാഹനങ്ങൾ എതിർവശത്തെ റോഡിലേക്ക് കടക്കാതിരിക്കാൻ സുരക്ഷ മുൻനിർത്തി നിർമ്മിച്ച മീഡിയനാണ് ഇപ്പോൾ ഏറ്റവും അധികം അപകടങ്ങൾ സൃഷ്ടിക്കുന്ന ഇടമായി മാറിയിരിക്കുന്നത്. മീഡിയനിൽ വാഹനങ്ങൾ ഇടിച്ചു കയറി ചെറുതും വലുതുമായി ഉണ്ടാകുന്ന അപകടങ്ങൾ ഒട്ടേറെയാണ്. റോഡിൽ നിന്ന് അധികം ഉയരത്തിലില്ലാതെയുള്ള മീഡിയന് ഡ്രൈവർമാരുടെ ശ്രദ്ധയാകർഷിക്കത്തക്ക വിധം പോലും നിറമില്ല. വാഹനങ്ങൾ മീഡിയനോട് വളരെ അടുത്തെത്തുമ്പോഴാണ് തിരിച്ചറിയുന്നത് തന്നെ. രാത്രികാലങ്ങളിലാണ് സ്ഥിതിഗതികൾ ഗുരുതരമാകുന്നത്. മഴയുണ്ടെങ്കിൽ സ്ഥിതി അതിലും മോശമാണ്. റോഡിന് നടുവിൽ നെടുനീളത്തിലുള്ള മീഡിയൻ ആരുടെയും കണ്ണിൽപ്പെടാറില്ല. ഭാഗ്യം കൊണ്ട് മാത്രമാണ് പലരും ഇവിടെ നിന്ന് അപകടങ്ങളിൽ നിന്ന് രക്ഷപ്പെടുന്നത്. പൂത്തോട്ട റോഡിന്റെ വികസനം അനിശ്ചിതമായി നീളുന്നത് കൊണ്ട് തന്നെ 10 മൈലിലെ അപകട വളവിന് എന്ന് ശാപമോക്ഷം കിട്ടുമെന്ന കാര്യത്തിൽ ഒരു ഉറപ്പുമില്ലാത്ത സ്ഥിതിയാണ്. മീഡിയൻ കാണുന്ന രീതിയിൽ പെയിൻ റിംഗും റിഫ്ലക്ടറും സ്ഥാപിക്കണമെന്നും എത്രയും വേഗം ഇതിന് പരിഹാരം കാണാൻ അധികൃതർ തയ്യാറാകണമെന്നുമുള്ള ആവശ്യമാണ് ഇപ്പോൾ നാട്ടുകാർക്കിടയിൽ ശക്തമായിക്കൊണ്ടിരിക്കുന്നത്. ഈ വാർത്തയോടുകൂടെ BMC റേഡിയോ മലയാളം വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം. അങ്കമാലി പ്രദേശത്തെ കലാവിദ്യാർത്ഥികൾക്ക് സുവർണ അവസരം. ലോക പ്രശസ്ത കലാവിദ്യാലയമായ കൊച്ചിൻ കലാഭവന്റെ അങ്കമാലി ഫ്രാഞ്ചൈസി കരയാമ്പറമ്പിനടുത്ത് എളവൂർ കവലയിലുള്ള സ്പ്രിംഗ്ഫീൽഡ് കെട്ടിടത്തിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ക്ലാസിക്കൽ ഡാൻസ്, സിനിമാറ്റിക് ഡാൻസ്, കർണാട്ടിക് മ്യൂസിക്, സുംബ ഡാൻസ് എന്നീ വിഷയങ്ങളിൽ പ്രഗത്ഭരായ അധ്യാപകർ ക്ലാസുകൾ നയിക്കുന്നു.
കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക 9995208614. BMC ന്യൂസ് ലൈവ് ഫ്രം കൊച്ചി മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ് പവർഡ് ബൈ ഹീൽ ലൈഫ് തോട്ടക്കാട്ടുകര നസ്രത്ത് വില്ലാസ് ആൻഡ് BMC പ്രൊഡക്ഷൻ അങ്കമാലി.